എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഡെയർ ടു ടോക്കിന്റെ 65ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. പല സുഹൃത്തുക്കളും നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ടോപ്പിക് തന്നെയാണ് ഇന്ന് സെലക്ട് ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ ബോഡിയുടെ നിറത്തിനേക്കാൾ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് കാണുന്നു എന്നുള്ളത് ആൺകുട്ടികളെ സംബന്ധിച്ചും പെൺകുട്ടികളെ സംബന്ധിച്ചും ഒരുപോലെ തന്നെ തലവേദനയുള്ള വിഷയമാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, ഇത് എന്തെങ്കിലും തരത്തിലുള്ള രോഗമാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റിൽ ഒരുപാടധികം പ്രൊഡക്റ്റുകൾ കാര്യങ്ങളുണ്ട്. ഇത്തരം ഡാർക്ക് സ്കിന്നിനെ മാറ്റിയെടുക്കാം, വെളുപ്പിച്ചെടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. സോ ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ടുന്ന ഒരു വീഡിയോ തന്നെയാണ്, ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. അതുകൊണ്ട് മൊത്തം തന്നെ കാണാൻ ഇഷ്ടപ്പെടുന്ന ലൈക്കും കമന്റും ഷെയറും ഒക്കെ ചെയ്തേക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തി തരാം. നിങ്ങളെല്ലാം ഓൺലൈനിലൂടെ പർച്ചേസ് ചെയ്യുന്നവരായിരിക്കും. ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, അജിയോ അങ്ങനെ പലതരത്തിലുള്ള വെബ്സൈറ്റുകൾ യൂസ് ചെയ്ത് പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അതുപോലെ തന്നെ ഓൺലൈനിൽ ഇപ്പം ബിൽ പേയ്മെൻറ്റും റീചാർജും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെപ്പറ്റി അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്യാഷ് ബാക്ക് ലഭിക്കുന്ന ആപ്ലിക്കേഷൻ ആയിട്ടുള്ള ക്യാഷ് കറോനെ പറ്റി അറിഞ്ഞിരിക്കണം. ക്യാഷ് കറോ നിങ്ങൾക്ക് നൽകുന്നത് റിയൽ മണിയാണ്. അത് നിങ്ങൾക്ക് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആക്കി മാറ്റാനോ ഈസി ആയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇത്തരം വെബ്സൈറ്റുകളിൽ ലഭിക്കുന്ന ആ ഒരു ഡിസ്കൗണ്ടിന് പുറമെയാണ് ക്യാഷ് കറോ എക്സ്ട്രാ ക്യാഷ് ബാക്ക് ആണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക. വേറെ ലെവൽ ഷോപ്പിംഗ് അനുഭവമാണ് ക്യാഷ് കറോ സമ്മാനിക്കുന്നത്. കാരണം വേറെ ലെവൽ ക്യാഷ് ബാക്ക് ആണ് ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെപ്പാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിലൂടെ കയറിയിട്ട് ക്യാഷ് കറോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നേരെ സൈൻ അപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു അക്കൗണ്ട് മേക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 25 രൂപ അപ്പം തന്നെ നിങ്ങൾക്ക് ബോണസ് ആയിട്ട് ലഭിക്കുന്നതാണ്. നമ്മുടെ ലിങ്കിലൂടെ കയറിയാൽ മാത്രമേ 25 രൂപ ബോണസ് ആയിട്ട് കിട്ടുള്ളൂ എന്നുള്ള കാര്യം മറക്കരുത്. എന്നിട്ട് നിങ്ങൾ നേരെ സെർച്ച് ബാറിൽ ഏത് വെബ്സൈറ്റിലോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അത് സെർച്ച് ചെയ്യുക. ഞാനിവിടെ ആമസോൺ ആണ് സെർച്ച് ചെയ്യുന്നത്. സോ ആമസോൺ സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റാണ് വേണ്ടതെന്നുള്ളത് അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. പേയ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം നേരെ ക്യാഷ് കറോ ആപ്ലിക്കേഷനിലോട്ട് വരിക. ക്യാഷ് കറോ ആപ്ലിക്കേഷനിൽ വന്നിട്ട് മൈ ഏണിങ്സ് എന്നുള്ള സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഈ ഒരു ക്യാഷ് ബാക്ക് കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നേരെ അത് ബാങ്കിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആക്കി മാറ്റാനോ ഈസി ആയിട്ട് സാധിക്കുന്നുള്ളതാണ്. 1500ഓളം വെബ്സൈറ്റുകൾ ഈ ഒരു ക്യാഷ് കറോ ആപ്ലിക്കേഷനിലുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷനിൽ ലിങ്കിൽ വേഗം തന്നെ പോയിട്ട് ക്യാഷ് കറോ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. 25 രൂപ ബോണസ് കിട്ടും. ഓക്കെ, നമ്മുടെ ലിങ്കിലൂടെ ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് പോകാമെന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്ട് ഡാർക്ക് ആയിട്ട് കാണുന്നത്? ഇത് വല്ലാത്തൊരു കൺഫ്യൂഷനുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പലരും തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം ഇതൊരു രോഗമാണ്, ഇല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം തനിക്കുണ്ട് എന്നുള്ള ഒരു കാര്യം തിങ്ക് ചെയ്യുന്നുണ്ട്. ഇത്തരം ചിന്തകൾ വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോൺ വീഡിയോസുകൾ തന്നെയാണ്. ഇത്തരം പോൺ വീഡിയോസിൽ കാണുമ്പോൾ അതിലുള്ള ആക്ടർ അല്ലെങ്കിൽ ആക്ട്രസ് അവരുടെ ബോഡിയൊക്കെ നോക്കുമ്പോൾ അതാണ് ഒരു ഐഡിയൽ ഫിഗർ. അവരുടെ ഷേപ്പ്, അവരുടെ സൈസ്, ഇല്ലെങ്കിൽ അവരുടെ നിറം, ഇതൊക്കെയാണ് ഒരു ഐഡിയൽ ഫിഗർ ആയിട്ട് പലരും തിങ്ക് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ അവരുടെ ബോഡിയെല്ലാം ഫുൾ വൈറ്റ് ആണല്ലോ, അവരുടെ പ്രൈവറ്റ് പാർട്ടും വൈറ്റ് ആണല്ലോ എന്നുള്ളൊരു ചിന്തഗതിയുണ്ട്. അപ്പം നമ്മൾ വൈറ്റ് ആയിട്ട് നമ്മുടെ ബോഡി അത്യാവശ്യം വെളുപ്പാണ്, എന്നിട്ട് നമ്മുടെ പ്രൈവറ്റ് പാർട്ട് മാത്രം ഡാർക്ക് ആയിട്ടിരിക്കുന്നു. അതെന്തുകൊണ്ടാണ്? ഇന്ന് തന്നെ ഒരു സുഹൃത്ത് വന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ആൺ സുഹൃത്ത് വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവൻ നല്ല വെളുത്തിട്ടാണ് പക്ഷേ അവൻ്റെ പ്രൈവറ്റ് പാർട്ട് മാത്രം ഡാർക്ക് ആയിട്ടിരിക്കുന്നു എന്നുള്ളത്. സോ ഇത്തരം പോൺ വീഡിയോസുകൾ ഇത്തരം കൺഫ്യൂഷൻസുകൾ സൃഷ്ടിക്കാൻ ഒരു വലിയൊരു കാരണമാകുന്നുണ്ട്. കൂടാതെ പലതരം പരസ്യങ്ങളും പ്രൊഡക്റ്റുകളും ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസുകൾ ഇത്തരം ചിന്തകളെ നല്ല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട് പണം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപാടധികം പ്രൊഡക്റ്റുകൾ ഇറങ്ങുന്നു, ഇത്തരം ഡാർക്ക് സ്കിന്നിനെ വൈറ്റ് ആക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രൊഡക്റ്റും കാര്യങ്ങളും എല്ലാം റിലീസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഇത് ഒരു വല്ലാത്തൊരു പ്രശ്നമാണ് എന്ന രീതിയിൽ പലരും തിങ്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. സാധാരണഗതിയിൽ നമ്മുടെ ബോഡീനേക്കാൾ കുറച്ചും കൂടി അധികം പിഗ്മെൻറ്റേഷൻ, കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് കാണുന്നത് വളരെ സ്വാഭാവികമാണ്. അത് ഒരു പെണ്ണിലും ആണിലും പ്രൈവറ്റ് പാർട്ട് സാധാരണ ബോഡിയിൽ നിന്ന് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് കാണുന്നത് വളരെ നോർമലാണ്. കൂടാതെ ഒരു പിവേർട്ടിയൊക്കെ എത്തുമ്പോൾ ഹോർമോണൽ ചേഞ്ചസ് ഇതിൻ്റെ എല്ലാം ഭാഗമായിട്ട് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ട് കാണുന്നതും സാധാരണമാണെന്നുള്ളതാണ്. ഇനി പെൺകുട്ടികളിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻസിയുടെ ഭാഗമായിട്ട് അവരുടെ ആ ഒരു നിപ്പിളിൻ്റെ ചുറ്റുമുള്ള ആ ഏരിയോള എന്ന് പറഞ്ഞ പ്ലേസിലും അതുപോലെ തന്നെ ഇത്തരം വജീനൽ ഏരിയയിലും കാര്യങ്ങളിലും ഡാർക്കായിട്ട് കാണാറുണ്ട്. അതുപോലെ തന്നെ സെക്ഷൽ എറോസലിൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ഡാർക്കായിട്ട് സ്കിൻ കാണുന്നത് സ്വാഭാവികമാണെന്നുള്ളതാണ്. കൂടാതെ ഒരുപാടധികം റീസൺസ് വേറെയും ഉണ്ട്. ഇപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടും ഭാവിയിൽ ഡാർക്ക് സ്കിന്നായിട്ട് കാണാൻ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ ഫ്രിക്ഷൻ ഒരു മെയിൻ റീസൺ തന്നെയാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തടിയും കാര്യങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവിടെയുള്ള സ്കിൻ തമ്മിൽ കൂട്ടി വരിക, ഇല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് ഫ്രിക്ഷൻ അവിടെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഇല്ലെങ്കിൽ മെലാനിൻ അവിടെ കൂടുതലായിട്ട് ഉണ്ടാവുകയും കൂടുതൽ ഡാർക്കായിട്ട് കാണാനുമുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. സോ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു റീസൺ. ഇത് വളരെ നോർമലാണ്. ഈ ഹോർമോണലായിട്ടുള്ള ചേഞ്ചസിൻ്റെ ഭാഗമായിട്ട് ഒരു പ്യൂബർട്ടിയൊക്കെ എത്തുമ്പോൾ മാറ്റങ്ങൾ ആണിലും പെണ്ണിലും ഉണ്ടാവും. പിന്നെ പെൺകുട്ടികളിൽ മറ്റ് പല റീസൺസ് കൊണ്ടും ഡാർക്ക് സ്കിന്നായിട്ട് കാണുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെയാണ് അതിൻ്റെ നോർമൽ ആയിട്ടുള്ള റീസൺസ് ആണ്. പിന്നെ അതുപോലെ പിൽസ് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പലതിൻ്റെ ഭാഗമായിട്ടും ഇത്തരത്തിൽ ഡാർക്ക് സ്കിന്നായിട്ട് ആ ഒരു പോർഷൻസ് കാണുന്നുണ്ട് എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇത് വളരെ നോർമലായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. ഇതിനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് നടക്കുന്നതെന്നുള്ളതാണ്.
പലരും അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട്. പലരും ഇത് മാറ്റേണ്ടുന്ന ഒരു പ്രശ്നമാണ്, ആകെ പ്രശ്നമാണ്, പോൺ വീഡിയോ ഒക്കെ കണ്ടിട്ട് അവരുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അയ്യോ പ്രശ്നമാണ് എന്ന രീതിയിൽ നടക്കുന്ന ഒരുപാടധികം ആൾക്കാരുണ്ട്. സത്യത്തിൽ വളരെ നോർമലായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന രീതിയിൽ ലേസർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്, അതുപോലെ ബ്ലീച്ചിങ് ഉണ്ട്, ഇല്ലെങ്കിൽ അതുപോലെ തന്നെ പലതരത്തിൽ പ്ലാസ്റ്റിക് സർജറികൾ, ഇത്തരത്തിൽ പല മെത്തേഡ്സുകളും ഫോളോ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വളരെ ഹെൽത്തിന് നല്ലൊരു കാര്യമാണെന്ന് വെച്ചാൽ ഒരിക്കലുമല്ല. അതൊന്നും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ളതാണ്. ഇത് വളരെ വെളുപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്താ സൗന്ദര്യ മത്സരത്തിന് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? പെനിസ് ഇല്ലെങ്കിൽ ഈ ഒരു വൾവ ഏരിയ ഒക്കെ നിങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ വല്ല സൗന്ദര്യ മത്സരത്തിന് പോകുന്നുണ്ടോ? അത് അതിൻ്റെ ആവശ്യകത എന്താണ് എന്ന് എനിക്കറിയില്ല. അതൊന്നും എന്താ പറയുക, അങ്ങനെ ഒരു വെളുപ്പായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയില്ല. ഇനി കറുത്തതായിരുന്നാൽ എന്താണ് പ്രശ്നം? കറുപ്പിനോട് അത്രമാത്രം ഭയമുണ്ടോ നിങ്ങൾക്ക്? ആ ചിന്തകളെല്ലാം മാറ്റേണ്ടതുണ്ട്. ഇതെല്ലാം നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. ടെൻഷൻ അടിക്കേണ്ടുന്ന ഒരു കേസ് മാത്രമേ ഉള്ളൂ. കാരണം പാരമ്പര്യമായിട്ട് തന്നെ ഡയബറ്റിക് ആയിട്ടുള്ള പേഴ്സൺസ് ആണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സണിലും ഇത്തരത്തിൽ സ്കിൻ ഡാർക്ക് ആയിട്ട് കാണാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങളൊന്ന് ബ്ലഡിലെ ഷുഗർ ലെവലും കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ഡയബറ്റിക്കിൻ്റെ ഭാഗമായിട്ടൊന്നും അല്ലാന്നുണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. ഇതിന് മാറ്റിയേ തീരുള്ളൂ എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിനെയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും എടുക്കുക. പക്ഷേ അതിൻ്റെ ആവശ്യകത ഇല്ല എന്നുള്ള സത്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരുപാടധികം പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഇത്തരം നിങ്ങളുടെ ചിന്താഗതികളെ, കൺഫ്യൂഷൻസിനെ യൂസ് ചെയ്തുകൊണ്ട് വളരുന്നുണ്ട്. സോ അതിലൊന്നും പോയി വീണിട്ട് വെറുതെ പൈസ കളഞ്ഞിട്ട് നിങ്ങളുടെ ഹെൽത്ത് കളയാൻ നിൽക്കണ്ട. അവിടെയുള്ള സ്കിന്നിന് അതൊന്നും ഒട്ടും നല്ലതായിട്ട് വരില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. വെറുതെ അനാവശ്യമായ കൺഫ്യൂഷൻസ് വേണ്ട. നമ്മുടെ ബോഡിയേക്കാൾ കുറച്ച് ഡാർക്കായിട്ട് തന്നെയാണ് നമ്മുടെ പ്രൈവറ്റ് പാർട്ട് കാണുന്നത്. അതാണെങ്കിലും പെണ്ണിലും കൺഫ്യൂഷൻ അടിക്കേണ്ട കേസ് ആ ഡയബറ്റിക് ആയിട്ടുള്ള കേസിലും കാര്യങ്ങളൊക്കെയാണ്. ജസ്റ്റ് ഒന്ന് കൺഫ്യൂഷൻ അടിക്കേണ്ടത്. എനിക്ക് മാറ്റിയേ തീരുള്ളൂ എന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള വേയിലോട്ട് പോവുക. നമ്മളേതായാലും പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് പേരുടെ കൺഫ്യൂഷൻസ് മാറിയിട്ടുണ്ടാവും. പലരും ചിലപ്പോൾ ഇത്തരത്തിൽ ഡാർക്ക് ആണെന്ന് കരുതിയിട്ട് ഇല്ലെങ്കിൽ ഇത് കമ്പയർ ചെയ്തുകൊണ്ട് വല്ലാണ്ട് ഡാർക്കാണ്, അയ്യോ എനിക്കെന്തോ കുഴപ്പമുണ്ട്, കല്യാണമൊന്നും നടക്കില്ല, ശരിയാവില്ല, പാർട്ണർ ഇഷ്ടപ്പെടില്ല എന്നൊക്കെ കണ്ടിട്ട് വല്ലാത്ത രീതിയിൽ കൺഫ്യൂഷൻ അടിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ തിങ്ക് ചെയ്യേണ്ട കാര്യം പാർട്ണറിൻ്റെ വളരെ വെളുത്തതായിരിക്കും എന്നുള്ള ഒരു ചിന്താഗതി മനസ്സിലും വയ്ക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടേത് ഇങ്ങനെ ആയതിനെ കൊണ്ട് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഡാർക്ക് അത്ര മോശം കളറൊന്നുമല്ല കേട്ടോ, അതുകൂടി മനസ്സിൽ വെച്ചേക്കുക. ഞാൻ ആദ്യം പറഞ്ഞ കാര്യം മറക്കണ്ട, ക്യാഷ് കറോ ഡൗൺലോഡ് ചെയ്യുന്ന കാര്യം. 1500 വെബ്സൈറ്റ് ഉണ്ട്. ഒരു ഓൾ ഇൻ വൺ ആപ്ലിക്കേഷനാണ്. കാരണം ഒരുപാടധികം വെബ്സൈറ്റിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട, എല്ലാം ഇതിൽ തന്നെ അവൈലബിൾ ആണ്. ഒരുപാട് ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. വേറെ ലെവൽ ഷോപ്പിംഗ് അനുഭവം, വേറെ ലെവൽ ക്യാഷ് ബാക്ക് ആണ്. സോ ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. 25 രൂപ ബോണസ് കിട്ടും നമ്മുടെ ലിങ്കിലൂടെ കയറിയാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് പേർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ടോപ്പിക് ഐഡിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് അവിടെ ഫ്രീ ആണ്. നേരിട്ട് തന്നെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഫേസ്ബുക്കിൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്, പേജ് തുടങ്ങിയിട്ടുണ്ട്. നിതിൻരാജ് തന്നെയാണ്, എല്ലായിടത്തും സെർച്ച് ചെയ്താൽ കിട്ടും. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് ടൈം ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്. ടാറ്റ.